നമസ്കാരം. താരങ്ങൾക്ക് പിറകെ തുടർച്ചയായി പ്രണയാഭ്യർത്ഥന നടത്തി നിരാശനായി മടങ്ങാറുള്ള സോഷ്യൽ മീഡിയ താരം സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ 4 കൂട്ടുകാരുമൊത്ത് ട്രാൻസ്ജെൻഡർ യുവതിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ട്രാൻസ്ജെൻഡർ യുവതിയെ കെട്ടിയിട്ട് സന്തോഷ് വർക്കിയും കൂട്ടുകാരും പീഡിപ്പിച്ചു എന്നാണ് യുവതി നൽകിയിരുന്ന പരാതി. ഏറെ നാടകീയമായിരുന്നു സംഭവം. രസ്വചിത്ര സംവിധായകൻ വിനീത് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് സന്തോഷ് വർക്കിയെയും മറ്റ് സുഹൃത്തുക്കളെയും കൂട്ടി യുവതിയുടെ വീട്ടിലെത്തുകയായിരുന്നു. സിനിമയുടെ ഒരു സീൻ അഭിനയിച്ച് കാണിക്കാൻ യുവതിയോട് തുടർന്ന് ആവശ്യപ്പെട്ടു. കൈകാലുകൾ കെട്ടിയിടുന്നതായിരുന്നു സീൻ. കട്ടിലിൽ യുവതിയെ കെട്ടിയിട്ട പിറകെ സംവിധായകൻ വിനീത് സിനിമയിലുള്ള സീൻ എന്ന് പറഞ്ഞ് യുവതിയെ വിവസ്ത്രയാക്കി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. തന്റെ പീഡനശേഷം പീഡനം ലൈവിൽ കണ്ട സുഹൃത്തുക്കളായ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, ബ്രൈറ്റ്, അഭിലാഷ് എന്നിവർക്കും വഴങ്ങണമെന്ന് വിനീത് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഒന്നിനു പിറകെ ഒന്നായി 4 പേര് കൂടി യുവതിയെ പീഡിപ്പിച്ചു. ട്രാൻസ്ജെൻഡർ യുവതിയെ പീഡിപ്പിച്ച കേസിൽ രസ്വചിത്ര സംവിധായകൻ വിനീത്, ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി, അലിൻ ജോസ് പെരേര എന്നിവരുൾപ്പെടെ 5 പേർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഇവർ ഉടൻ അറസ്റ്റിലാവുമെന്നാണ് വിവരം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 12-നാണ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ലൈംഗിക ക്രൂരത നടക്കുന്നത്. ഇത് സംബന്ധിച്ച് ഓഗസ്റ്റ് 13-നാണ് യുവതി ചേരാനെല്ലൂർ പോലീസിൽ പരാതി നൽകുന്നത്. തുടക്കത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. പിന്നീട് പോലീസ് കേസെടുക്കുകയും മജിസ്ട്രേറ്റിന് മുമ്പാകെ യുവതി മൊഴി കൊടുക്കുകയും ഉണ്ടായി. സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്ന യുവതിയെ ചിറ്റൂർ ഫേരിക്കടുത്തുള്ള ഫ്ളാറ്റിൽ വെച്ച് സന്തോഷ് വർക്കിയും സംഘവും പീഡിപ്പിച്ചു എന്നാണ് കേസ്. സിനിമയിലെ രംഗങ്ങൾ വിശദീകരിക്കാൻ എന്ന പേരിൽ വിനീത് കെട്ടിയിടുകയും തുടർന്ന് ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. സുഹൃത്തുക്കളായ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, ബ്രൈറ്റ്, അഭിലാഷ് എന്നിവർക്ക് കൂടി വഴങ്ങണമെന്ന് വിനീത് ആവശ്യപ്പെട്ടതായി പരാതിയിൽ യുവതി പറഞ്ഞിട്ടുണ്ട്. ആറാട്ട് സിനിമയുടെ റിവ്യൂ ചെയ്തതോടെയാണ് സാമൂഹിക മാധ്യമങ്ങളിലെ നിരന്തര സാന്നിധ്യമായി ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി മാറുന്നത്. നടി നിത്യ മേനോനെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി ഇടയ്ക്ക് രംഗത്ത് വന്നിരുന്ന സന്തോഷ് വർക്കിക്കും അലിൻ ജോസ് പെരേര അടക്കമുള്ള പ്രതികൾ യൂട്യൂബ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാണെന്നാണ് പോലീസ് പറയുന്നത്. ബ്ലഡി നൈറ്റ് എന്ന പേരിൽ വിനീത് രസ്വചിത്രം പുറത്തിറക്കിയപ്പോൾ ആറാട്ടണ്ണനും അലിൻ ജോസുമായിരുന്നു ഇതിന്റെ പ്രചാരണത്തിനായി രംഗത്തിറങ്ങുന്നത്. ഈ സിനിമയിൽ സന്തോഷ് വർക്കി, അലിൻ ജോസ് പെരേര, ബ്രൈറ്റ് എന്നിവർ അഭിനയിക്കുകയും ചെയ്തിരുന്നു.